ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടാറ്റ ഇന്ത്യയിൽ റീസെൻ്റ്ലി റിവീൽ ചെയ്ത അവരുടെ കേർവിനെ പറ്റിയും കേർവ് EVയെ പറ്റിയുമാണ്. ടാറ്റയുടെ മിഡ് സൈസ് കൂപ്പേ SUV ആണ് കേർവ്. ലുക്സിലേക്ക് വരുവാണെങ്കിൽ കേർവും കേർവ് EVയും വളരെ സിമിലർ ആണ് കാണാൻ. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കേർവ് EVയ്ക്ക് ഒരു ഫുൾ ക്ലോസ്ഡ് ഗ്രില്ലാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ കേർവ് ICEയിലേക്ക് വരുമ്പോൾ ബമ്പറിൽ എയർ ഡാംസ് നമുക്ക് കാണാൻ സാധിക്കും. സൈഡിലോട്ട് വരുവാണെങ്കിൽ ടാറ്റ രണ്ട് വണ്ടിക്കും ഒരു 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കേർവ് EVയിലേക്ക് വരുമ്പോൾ ഒരു എയറോ ഒപ്റ്റിമൈസ്ഡ് ഡിസൈനിലുള്ള ഒരു അലോയ് വീൽസ് ആണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. റിയറിലേക്ക് വരുവാണെങ്കിൽ ഒരു കൂപ്പേ റൂഫ് ലൈനും ഒരു ഫുൾ ലെങ്ത് കണക്റ്റിംഗ് ടെയിൽ ലൈറ്റും നമുക്ക് രണ്ട് മോഡലിലും കാണാൻ സാധിക്കും. ടാറ്റ അവരുടെ പഞ്ച് EVയിൽ ഡെബ്യൂ ചെയ്ത ആക്റ്റീവ് EV പ്ലാറ്റ്ഫോം ബേസ് ചെയ്ത് തന്നെയാണ് കേർവ് EVയും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. രണ്ട് ബാറ്ററി ഓപ്ഷൻസ് ആണ് ടാറ്റ കേർവ് EVയ്ക്ക് ഓഫർ ചെയ്യുന്നത്. ഒരു 45 kWh അതുപോലെ തന്നെ ഒരു 55 kWh യൂണിറ്റും. 52 കിലോമീറ്ററോളം MIDC റേഞ്ച് 45 kWh ബാറ്ററി ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ 585 കിലോമീറ്റർ 55 kWh ബാറ്ററിയും ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ടാറ്റ പറയുന്നത് 55 kWh ബാറ്ററി 400 to 425 കിലോമീറ്ററും 45 kWh ബാറ്ററി 330 to 350 കിലോമീറ്ററോളം റിയർ വേൾഡ് റേഞ്ച് കിട്ടുമെന്നാണ് ടാറ്റ ക്ലെയിം ചെയ്യുന്നത്. പവർ ഫിഗേഴ്സിലേക്ക് നോക്കുവാണെങ്കിൽ 55 kWh വേരിയൻറ്റിൽ ഒരു 167 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് മോട്ടറാണ് ഫ്രണ്ട് ആക്സിലിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ആ മോട്ടർ അറൌണ്ട് 250 Nm ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 0 to 100 സ്പ്രിൻറ്റിന് 8.6 സെക്കൻഡ്സ് ആണ് ടാറ്റ ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ 160 km ആണ് ഈ വേരിയൻറ്റിൻ്റെ ടോപ്പ് സ്പീഡ്. 45 kWh വേരിയൻറ്റിലേക്ക് വരുവാണെങ്കിൽ ആ മോട്ടർ അറൌണ്ട് 150 ഹോഴ്സ് പവറും 250 Nm ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 0 to 100 സ്പ്രിൻറ്റിന് ടാറ്റ 9 സെക്കൻഡ്സ് ആണ് ഈ വേരിയൻറ്റിന് ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ 150 km ആണ് ഈ വേരിയൻറ്റിൻ്റെ ടോപ്പ് സ്പീഡ്. ടാറ്റ പറയുന്നത് 70 kW ചാർജർ ഉണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് 150 km ഓടാനുള്ള റേഞ്ച് കിട്ടുമെന്നാണ്. അതുപോലെ തന്നെ 10 to 80% ആകുന്നതിന് 40 മിനിറ്റ്സ് മാത്രം മതി. അതുപോലെ വെഹിക്കിൾ ടു ലോഡും വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ് കേപ്പബിലിറ്റിയും ടാറ്റ കേർവ് EVയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ടാറ്റ ക്ലെയിം ചെയ്യുന്നത് 50-50 ഫ്രണ്ട് ആൻഡ് റിയർ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ്. അതുപോലെ 190 mm ആണ് കേർവ് EVയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുപോലെ 45 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയും കേർവ് EVയ്ക്ക് ടാറ്റ കൊടുത്തിട്ടുണ്ട്. കേർവ് ICEയിലേക്ക് വരുമ്പോൾ ടാറ്റയുടെ പുതിയ അറ്റ്ലസ് പ്ലാറ്റ്ഫോമിലാണ് കേർവ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ബോഡി സ്റ്റൈലും പെട്രോളും ഡീസൽ പവർ ട്രെയിനും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് അറ്റ്ലസ്. പവർ ട്രെയിനിലേക്ക് വരുവാണെങ്കിൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ടാറ്റ കേർവിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ. ആ എഞ്ചിൻ അറൌണ്ട് 120 ഹോഴ്സ് പവറും 170 Nm ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ആ എഞ്ചിൻ അറൌണ്ട് 118 ഹോഴ്സ് പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്ന ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ആ എഞ്ചിൻ അറൌണ്ട് 125 ഹോഴ്സ് പവറും 225 Nm ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടാറ്റ ഈ എഞ്ചിനെ ഹൈപ്പരിയോൺ എന്നാണ് വിളിക്കുന്നത്. ടാറ്റ ഈ 3 എഞ്ചിന് 6 സ്പീഡ് മാനുവലിലോ അല്ലെങ്കിൽ ഒരു 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിലും ഓഫർ ചെയ്യുന്നുണ്ട്. ആ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ ടാറ്റ AI ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റ് സ്മൂത്ത് ആക്കാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. സ്മാർട്ട് ഷിഫ്റ്റ് അസിസ്റ്റ് എന്നാണ് ടാറ്റ ഇതിനെ വിളിക്കുന്നത്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ RPM മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ക്ലച്ച് ലൈഫ് ഇംപ്രൂവ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ടാറ്റ അഡ്വാൻസ്ഡ് ലോഞ്ച് അസിസ്റ്റും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തോന്ന് വെച്ചാൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലും ഗ്രേഡിയൻറ്റിലും വെച്ച് വണ്ടി സ്മൂത്തായിട്ട് ലോഞ്ച് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ കേർവ് EVയും സിമിലർ ആണ്. കേർവ് EVയിലേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ഡ്യുവൽ ടോൺ കളർ സ്കീമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കേർവിലേക്ക് വരുമ്പോൾ ഒരു റെഡ് ആൻഡ് ഗ്രേ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ നെക്സോണിക് കണ്ട ഒരു 12.3 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും ഒരു ടച്ച് ബേസ്ഡ് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റവും നമുക്ക് കാണാൻ സാധിക്കും. സഫാരിയിലും ഹാരിയിലും കണ്ട 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് നമുക്കിവിടെയും കാണാൻ സാധിക്കും. കേർവ് EVയിലേക്ക് വരുമ്പോൾ ആ സ്റ്റിയറിംഗ് വീലിൻ്റെ ബാക്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്, റീജനറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ ഹയർ സ്പെക് വേരിയൻറ്റിന് 10.25 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കേർവ് EVയ്ക്കും ടാറ്റ കൊടുക്കുന്നുണ്ട്. രണ്ട് വേരിയൻറ്റിനും 500 ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ്. എന്നാൽ EVയിലോട്ട് വരുമ്പോൾ ഫ്രണ്ടിലൊരു ഫ്രങ്കും കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയിലേക്ക് നോക്കുവാണെങ്കിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും ഹിൽ സ്റ്റാർട്ടും ഹിൽ ഡിസൻറ്റ് കൺട്രോളും ESPയും ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററും ലെവൽ 2 ADASും ടാറ്റ രണ്ട് വേരിയൻറ്റിനും കൊടുത്തിട്ടുണ്ട്. ഇതിനുപരി കേർവ് EVയ്ക്ക്
ടാറ്റ സൗണ്ട് അലേർട്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 20 കിലോമീറ്ററിന് താഴെ സഞ്ചരിക്കുമ്പോൾ പെഡസ്ട്രിയൻസിനെ വാൺ ചെയ്യുന്നതിന് വേണ്ടി. കർവ് EV റൈവൽ ചെയ്യാൻ പോകുന്നത് MGയുടെ ZS EV ആണ്. പ്രൈസിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ കർവ് EV സ്റ്റാർട്ട് ചെയ്യുന്നത് 17.49 lakhsലാണ്. കർവിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് September 2 സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. കർവ് റൈവൽ ചെയ്യാൻ പോകുന്നത് സിട്രോയിൻ റീസെൻ്റ്ലി അൺവീൽ ചെയ്ത ബസാൾട്ടായിട്ടും മിഡ് സൈസ് SUVs ആയ ഹുണ്ടായ് ക്രിറ്റയും കിയ സോണറ്റും ഒക്കെ ആയിട്ടാണ്. ബസാൾട്ടിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ബസാൾട്ടിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. സോ കർവ് EVയെ പറ്റിയും കർവിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് അപ്പോൾ അറിയുന്നതിന് ടോർക്കി ടോക്സ് എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So that's it for now. See you in the next video. Until then, bye.